സംസ്ഥാനത്തെ രണ്ട് പ്രധാന ദേശീയപാത പദ്ധതികളുടെ സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട നടപടികൾ ദേശീയപാത അതോറിറ്റി തുടങ്ങുമ്പോൾ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം പുതിയ തലത്തിലെത്തും. എറണാകുളം ബൈപ്പാസ്, കൊല്ലം ചെങ്കോട്ട പാത എന്നിവയുടെ നിർമ്മാണത്തിനുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികളാണ് ഒരു മാസത്തിനകം തുടങ്ങുന്നത്. എന്നാൽ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള പുതിയ പാതയിൽ തീരുമാനം വന്നിട്ടുമില്ല. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിലും ഒരാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നല്ല ബന്ധത്തിലാണ് ഗഡ്കരി. അതുകൊണ്ട് തന്നെ മോദി സർക്കാർ കേന്ദ്രത്തിലെത്തിയ ശേഷം ഗഡ്കരിയുടെ സഹായം കേരളത്തിന് ഏറെ കിട്ടി. ദേശീയപാത വികസനത്തിനും ഈ ബന്ധം ഗുണകരമായി. അത് വീണ്ടും കേരളത്തിന് താങ്ങാവുന്നുവെന്ന വിലയിരുത്തലാണ് പുതിയ പദ്ധതികളിലുള്ളത്. അതിവേഗ തീരുമാനങ്ങൾ ബാക്കിയുള്ള റോഡ് വികസനത്തിലും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 44.7 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് എറണാകുളം ബൈപ്പാസ്. 61.62 കിലോമീറ്ററാണ് ചെങ്കോട്ട പാതയുടെ നീളം. തിരുവനന്തപുരം അങ്കമാലി എക്സ്പ്രസ് വേയുടെ പദ്ധതി പ്രഖ്യാപനവും വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. രണ്ട് പാതകളുടെ നിർമ്മാണ സാമഗ്രികളുടെ GST വിഹിതവും മണ്ണിന്റെയും കല്ലിന്റെയും റോയൽറ്റിയും ഒഴിവാക്കി സംസ്ഥാനം ഉത്തരവിറക്കിയതോടെയാണ് തടസ്സങ്ങൾ നീങ്ങിയത്. 741.35 കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് സംസ്ഥാനത്തിനുണ്ടാവുക. കേരളത്തിന്റെ വികസനത്തിൽ തിരുവനന്തപുരം അങ്കമാലി എക്സ്പ്രസ് വേ അതിനിർണായകമായി മാറും. രണ്ട് പാതകൾക്കായി 3A വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിക്കും. ആക്ഷേപമുള്ളവർ 21 ദിവസത്തിനകം പരാതി നൽകണം. 287 ഹെക്ടർ സ്ഥലമാണ് അങ്കമാലി മുതൽ കുണ്ടന്നൂർ വരെയുള്ള എറണാകുളം ബൈപ്പാസിനായി ഏറ്റെടുക്കേണ്ടത്. 187 ഹെക്ടർ സ്ഥലമാണ് കടമ്പാട്ടുകോണം മുതൽ ഇടമൺ വരെയുള്ള ചെങ്കോട്ട പാതയ്ക്ക് വേണ്ടത്. വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കലും അവസാന ഘട്ടത്തിലാണ്. ഇതിനൊപ്പം പുനലൂരും പുതിയ റോഡ് പരിഗണനയിലുണ്ട്. പുനലൂരിൽ ഇപ്പോഴുള്ള ദേശീയപാതയ്ക്ക് സമാന്തരമായി പുതിയ ബൈപ്പാസിനുള്ള സാധ്യതയും ദേശീയപാത അതോറിറ്റി തേടുന്നുണ്ട്. 12 കിലോമീറ്ററാണ് നീളം. ടൗൺ ഒഴിവാക്കിയാണ് നിർമ്മാണം. പദ്ധതി റിപ്പോർട്ട് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന വിഭാഗം സമർപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തിനകം ഇതിനുള്ള അനുമതി ലഭിച്ചേക്കും. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിലും GSTയും റോയൽറ്റിയും ഒഴിവാക്കി സംസ്ഥാനം ഉത്തരവിറക്കിയേക്കും. സർവീസ് റോഡ് നിർമ്മാണത്തിനും സ്ഥലമേറ്റെടുപ്പിനുമുള്ള ചെലവ് സംസ്ഥാനം വഹിക്കും. തവണ വ്യവസ്ഥയിൽ പണം ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാനം കൈമാറും. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിനേറെ പ്രാധാന്യമുണ്ട്. പ്രധാന പാതയുടെ സ്ഥലമേറ്റെടുപ്പും നിർമ്മാണവും പൂർണ്ണമായും ദേശീയപാത അതോറിറ്റി നിർവഹിക്കും. ഏകദേശം 8000 കോടി രൂപയാണ് 63 കിലോമീറ്റർ നീളം വരുന്ന വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡിന്റെ ചെലവ്. ഈ റോഡിൽ നിന്ന് അങ്കമാലിയിലേക്കുള്ള എക്സ്പ്രസ് വേ തുടങ്ങുമെന്നും സൂചനയുണ്ട്. എന്നാൽ അരുവിക്കരയിൽ നിന്നാകണം അങ്കമാലിയിലേക്കുള്ള പുതിയ റോഡെന്ന വാദവും സജീവമാണ്. എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാകും റൂട്ടിൽ കേന്ദ്രം അന്തിമ തീരുമാനമെടുക്കുക.